పన్నీరు గంధము పుయ్యరుగా అందమైన యదునందనుపై కుందరదనలిరమోదక పరిమళ గంధము పుయ్యరుగా గంధము పుయ్యరుగా పన్నీరు గంధము పుయ్యరుగా സുന്ദരനു സൂര്യനു ഇന്ദിരനു എൻ ചന്ദ്രനു എന്നു വരും മമ മന്ദിരത്തിൽ ഇന്ദു കലാധരനെൻ കാന്തൻ നീലാംബരി നീ വൈകാതെ ചൊല്ലു കണ്ടു കണ്ടു പ്രാണനാഥനെ കണ്ടു. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നിന്നെ എനിക്ക് മറക്കാൻ പറ്റിയിട്ടില്ല ദുർഗ. നീ ഇപ്പം എവിടെയാണ്, എന്ത് ചെയ്യുവാണ്, ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. എന്നൊക്കെ വിചാരിക്കാത്ത ദിവസങ്ങളില്ലടി. ഭർത്താവേ, എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നു? അവൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകാനല്ല ഞാൻ അവിടെ നിന്ന് പോകുന്നത്. എന്നിട്ട് പിന്നെ ഒരുമാതിരി തെണ്ടിത്തരം കാണിച്ചിട്ട് പോക്കറ്റിത്തരം പറയാൻ കരുത് കേട്ടല്ല. അവളുടെ ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ പോകുന്നു. എന്നിട്ടിപ്പോൾ നിൻ്റെ ലൈഫ് എന്തായി? ഒരു 100 വട്ടം ഞാൻ നിന്നോടൊന്ന് പറഞ്ഞതാ ഇത് വേണ്ട ഇത് വേണ്ട, ശരിയാവില്ല ശരിയാവില്ല. അപ്പം നിനക്ക് അഹങ്കാരം. നിനക്ക് അവൾ കെട്ടിയേ പറ്റുള്ളൂ. എന്നിട്ടിപ്പോൾ എന്തായി? നീ മൂഞ്ചിയില്ലേ? അവൾ എവിടെയാണ്, അവൾ എന്ത് ചെയ്യുവാണ്, അവൾ എങ്ങനെയാണ്, സുഖമാണോ ഒക്കെ എന്നൊക്കെ അറിയണമെങ്കിൽ അവിടെ തന്നെ ചെല്ലണം. അല്ലാണ്ട് ഇവിടെ ഇരുന്ന ഇതൊന്നും അറിയില്ല. നാട്ടിൽ പോവാൻ. എന്തേ നാട്ടിൽ പോകാൻ? ഏതായാലും ഈ കൊല്ലത്ത് നിന്നവിടെ ആരും എന്തായാലും തിരിച്ചറിയാൻ പോണില്ല. മോഹിനിയിൽ നിന്നും മോഹനനായല്ലോ. നാട്ടിൽ ചെല്ലുക, കാണുക, പോരുക. ഇത്രയും കാലം നീ നിൻ്റെ ഇഷ്ടത്തിന് പെരുമാറി. ഇനി ഞാൻ പറയുന്നതേ നീ കേൾക്കൂ. ഭീഷണിയാണോ? ആ ഭീഷണിയാണ്. എന്നാൽ അതുപോലെ ചെയ്യാം. എന്നാൽ അതായിരിക്കും നല്ലത്. അല്ല അത് മണി നീ ഒന്നും പണയണ്ട. ഓരോരോ പണിയൊക്കെ ഒപ്പിച്ച് വെച്ചോളൂ കാലകലാതെ. ബാക്കിയൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാം എടുത്ത് വെച്ചല്ലോ. പിള്ളേരെല്ലാം എടുത്ത് വെച്ചില്ലേ? മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചോളണം. എന്നിട്ട് ഇതിൻ്റെ കേസിന് എന്താ ഇത്ര കനം? അല്ല ദുർഗയുടെ കാര്യം എടുത്ത് നിങ്ങൾ ക്ഷമിക്കണ്ട. ആ നാട്ടിൽ ചെല്ലുമ്പോൾ ശരിയായിക്കോളും. പിള്ളേർ ഉറങ്ങിയടി. പിള്ളേർ നമ്മളെ വിളിച്ചിട്ട് മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ സിദ്ധുവേട്ടാ. ഈ വർഷം വരില്ലായിരിക്കും അല്ലേ? അനാവശ്യമായിട്ട് ഓരോന്നും ചിന്തിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കില്ല. പിള്ളേർ വരും. നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തേക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് തെറ്റായിട്ടായിരിക്കും തോന്നിയിരിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ ശരിയാണ്. അവരുടെ ലൈഫ് സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. പക്ഷെ വിധി നേരെ തിരിച്ചായിരുന്നു. അതിന് നമുക്ക് വിധിയെ പഴിക്കാനേ പറ്റുള്ളൂ. പിന്നെ ദുർഗ എല്ലാത്തിനും അവളുടെ അപ്പം കൂടി ഉണ്ടാവുന്ന അവൾക്കൊരു തോന്നലുണ്ടാകണം. അത് ഞാനായിട്ട് കളഞ്ഞു. ഓട്ടെ, എല്ലാം ശരിയാവും. എന്താണ് എൻ്റെ കുഞ്ഞിനൊരു സന്തോഷം ഉണ്ടാവും. ഇളം കാറ്റിലാടി വരുന്നീ രാധു ചായ. സിദ്ധോട്ടാ ചായ. സിദ്ധു ആരും ഇല്ലേ ഇവിടെ? ഞങ്ങൾ വന്നേട്ടാ. ആരാ ഉമ്മറത്ത്? ഇതാ വരണു. ഈശ്വര, സിദ്ധു ഉണ്ടായിരുന്നോ? അനുമൻ നീ ഫ്രണ്ടിലില്ലേ? ഞാൻ നിന്റെ പുറകെ നിൽക്കാം. എന്തിന്? അല്ല, കുറെ നാൾക്ക് ശേഷം കാണുവാണല്ലോ സിദ്ധു. ചിലപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെന്റിൽ വല്ലതും ചെയ്തു പോയാലോ? തന്നെ അങ്ങ് വാങ്ങിച്ചാൽ മതി. ചെയ്തു പോയാ കാണിച്ചു വെച്ചേക്കെ നല്ലതാണല്ലോ, ചെയ്യാണ്ടിരിക്കാൻ. മനു ചേട്ടാ ഫ്രണ്ട് നിക്കടാ, സിദ്ധു വരണുണ്ടടാ. മനു ചേട്ടനാ? എപ്പോ മുതലേ? ഇപ്പം മുതലേ. ഓഹോ, എല്ലാരും ഉണ്ടല്ലോ. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? പഴയ വഴി തന്നെ അറിയും.
നാലാപ്പത്തിന് എന്തോ ഒരു അസപ്രസോടല്ലോ ഇനിമുണ്ടാ നീ മിണ്ടാണ്ട് നിൽക്കാവോ? എന്നെ പറ എന്ത് പറയും? അച്ഛനെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് പറ. എന്നിട്ട് വേണം നിനക്ക് തരാൻ വെച്ചേക്കുന്നത് എനിക്ക് കിട്ടാൻ. എന്റെ അച്ഛനൊക്കെ പറയുന്നില്ല. ഞങ്ങൾ മക്കളെ മാറ്റിയിടുന്നു. മരുമക്കളെ നല്ല കാര്യമാണ്. നീ പറഞ്ഞോ അച്ഛ? ഞങ്ങള് മോള് പിള്ളേരെ കൊണ്ട് അകത്തേക്ക് ഡ്രസ്സൊക്കെ മാറും. ശരി അച്ഛ. അല്ല നീ എങ്ങോട്ടാ? ഞാൻ അകത്തേക്ക് ഫുഡ് കഴിക്കാൻ. അച്ഛ എന്താടാ കരയാണോ നീ? പോട്ടെ, സാരമില്ല. മോളകത്തേക്കില്ല. എന്നാ പിന്നെ ഞങ്ങളെ രണ്ട് അകത്തോട്ട്. ഒരകത്തേക്കുമില്ല, പുറത്തു വന്നാ മതി. എന്റെ വീടിന്റെ പഠിച്ചോട്ടി പോയിട്ടുണ്ട്. ഷോ ടാസ്ക്. ഇതെല്ലാം കാര്യം ഉണ്ടായിരുന്ന മിണ്ടാണ്ട് എന്നാ നിനക്ക് വല്ലതും പറ്റുമോ? മിണ്ടാണ്ടിരിക്കാൻ ഞാൻ എന്ത് ഊമയാ? ഷോ ചെറിയച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. അപ്പവും കടലൊക്കെ പുറത്തു പോയിട്ടുണ്ട്. നിന്റെ അകത്തേം കയറിപ്പോയിട്ട് വന്നിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ കുറച്ചു നേരം. വന്നിട്ട് അവിടെ നിൽക്കട്ടെ. അങ്ങനെ എന്നെ കേറാൻ പറ്റില്ല. വഴി ചോട്ടി പോ. വേറെ എങ്ങനെ കേറാം? എന്തുവാ ഇവിടെ? ആ മമ്മി, ആഫ്റ്റർ ലോങ് ടൈം. സോ ബ്യൂട്ടിഫുൾ ആ. നീ ഒരുപാട് പതപ്പിക്കല്ലേ. എന്തുവാ നിന്നെ വിളിക്കുന്ന? സിദ്ധു പറഞ്ഞേ പടി ചോട്ടിപ്പോയെന്ന്. പടി ചവിട്ടാണ്ട് എങ്ങനെ അകത്ത് കയറാം എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടിനെ കയ്യിൽ പത്രമൊന്നും കാണല്ലോ. നീ അവനെ നോക്കണ്ട, അവനെയും കൂടി ചിട്ടയ്ക്കാ നീയ. ഞാനോ? എപ്പോ? വേണ്ട വേണ്ട, അസ്ഥാനത്തോളം നിന്റെ കിണി വേണ്ട. വിടറ. അടിച്ചു നിന്റെ കണ്ണ് ഞാൻ തിരിക്കും. ആദ്യം അടിച്ച് നിന്റെ തല ഒന്ന് തിരിക്കണം, എന്നിട്ടല്ലേ പിന്നെ അവന്റെ കണ്ണ്. എന്റെ ഭാര്യയും മക്കളും അകത്ത്, ഞാൻ മാത്രം പുറത്ത്. അത് ഇവിടുത്തെ ന്യായാ. നടക്കത്തില്ല അത്. അതിവിടെ നടക്കും. അല്ല, നടക്കുമെന്ന് എനിക്കറിയാം. എനിക്ക് വിശക്കുന്ന സാമ്പാറാണല്ലേ, നല്ല സ്മെല്ല് വരുന്നല്ലേ. രാധുചിരിക്കേ മനസ്സ് മാറാനെ കയറി പോണമാറി നോക്കൊണ്ടിരിക്കണേ. എന്റെ ഈശ്വര, ഇതിൻ്റെ ഒരു കാര്യം. രണ്ട് പിള്ളേരായിട്ടും കുട്ടികളിൽ ഒരു കുറവുമില്ല. അപ്പു, ദുർഗയല്ലേ? പാട്ടുപാടും പഞ്ചമം കേട്ടു. ശിവമല്ലിക്കാവിൽ കൂവളം പൂത്തു, കുങ്കുമം പൂത്തു, കാവളം കിളി പാട്ടുപാടും പഞ്ചമം കേട്ടു. മഴയുടെ മിഴിയഴകിൽ എരിതിരിയുകയായി, പുഴയുടെ നറുമൊഴിയിൽ മൊഴിയിൽ കവിതകൾ ഉതിരുകയായി. ജപമാല പോലെ ഞാൻ മിടിച്ചു മൗനമായി മൗനമായി. ശിവമല്ലിക്കാവിൽ കൂവളം പൂത്തു, കുങ്കുമം പൂത്തു, കാവളം കിളി പാട്ടുപാടും പഞ്ചമം കേട്ടു.
ഇവിടെയും ആരും കാണുന്നില്ലല്ലോ. അകത്തായിരിക്കും. രക്ഷപ്പെട്ട് അവളെ കാണാൻ പോവുക. ടാസ്ക് കാർഡ് കർത്താവേ, അച്ഛനല്ലേ നിൽക്കുന്ന. ആരാ അത്? പിടിച്ച് ഞാനിവിടെ. ക്രിസ്റ്റി അല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? നിന്നെ ഇങ്ങനെ കണ്ടാലും എനിക്ക് മനസ്സിലാവും മോളെ. നിന്റെ മുടിയൊക്കെ എന്ത് ചെയ്യേ? അതൊരു ഫാഷന് വേണ്ടിയിട്ട് വെട്ടിയതാ. ഓരോരോ ഫാഷൻ. ഇത്രയും കാലം എവിടെ ആയിരുന്നു? ആരോടും പറയാണ്ട് നീ എങ്ങോട്ടാ പോയത്? ഏതായാലും വന്നല്ലോ. എന്താ ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വരണമെന്ന് തോന്നാൻ? ഇവിടെ പൂട്ടിക്കിടന്ന കലാക്ഷേത്രം, ആ, കലാക്ഷേത്രത്തിൻ്റെ രജിസ്ട്രേഷൻ ഇന്നായിരുന്നു. അതാരോ വാങ്ങിയെന്ന് പറഞ്ഞു. മോളുടെ പരിചയത്തുള്ള ആളാ വാങ്ങിയേ? എൻ്റെ പരിചയത്തിലുള്ള ആളല്ല, ഞാനാ മേടിച്ചത്. മോളാണോ വാങ്ങിച്ചേ? മൂക്കത് അത് ആ, മോള് കയറി വാ, ബാക്കി വിശേഷം പിന്നെ. രാധികേ, നിനക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഏതായാലും മോള് വന്ന ദിവസം കൊള്ളാം. അവര് ഇന്നലെ എത്തിയായിരുന്നു. ആര്? അപ്പു ഒക്കെ. ആ പൂ ഇവിടെ ഉണ്ടാ? ആ, അകത്തുണ്ട്. അപ്പോ വിളിക്കണ്ടായിരുന്നു. അതെന്താ? ആ മോളെ, എത്ര കാലമാണ് നിന്നെ കണ്ടിട്ട്. നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ നിന്റെ നമ്പർ പോലും ഇല്ലായിരുന്നു. അമ്മ എപ്പോഴും വിളിക്കുമ്പോൾ ചോദിക്കും ക്രിസ്റ്റി ഉണ്ടോ എന്ന്. അപ്പു പറയും ക്രിസ്റ്റി വേറെ ഏതോ സ്ഥലത്താ, അവിടെ വർക്കിന് കയറിയേക്കുക, അവക്ക് അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ അവരുടെ പെർമിഷൻ ഒക്കെ വേണമെന്ന്. ഇത് എന്താടാ, ഒന്ന് വിളിക്കുക പോലും ചെയ്യാണ്ട് നീ എവിടായിരുന്നു? വർക്കിൻ്റെ കുറച്ച് പ്രഷറായി പോയി അമ്മ, അതുകൊണ്ടാണ്. ആ, എന്താ സിദ്ധു, നീ എന്താ അവിടെ? ആരോട് വെച്ചിട്ട് ഇവളോടെ കയറ്റിയേ? എന്താ മോളെ ഇത്? വീട്ടിൽ വന്നൊരു അതിഥിയോട് ഇങ്ങനെയാ പെരുമാറാ? അതിഥിയോ? ഇവളോ? ഇവളെല്ലാം കളഞ്ഞിട്ട് പോയതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇപ്പൊ ഇറങ്ങിക്കോളെ എന്റെ വീട്ടിൽ നിന്ന്. അപ്പു, നീ ഉണ്ടല്ലേ, നമ്മളൊക്കെ കളഞ്ഞിട്ട് പോയതല്ലേ ഇവള്, പിന്നെ എന്തിനാ ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് വന്നത്? അപ്പൊ നീ അകത്ത് പോ. എല്ലാരും കൂടി എന്താന്ന് വെച്ചാ കാണിക്കേ. അപ്പു നിക്ക്. പോട്ടെ മോളെ, നീ വിഷമിക്കണ്ട. അവളുടെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. എന്നെ കാണണ്ടാന്ന് പറഞ്ഞപ്പോ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു എല്ലാരും. നീ എവിടെ പോയിന്നറിയാണ്ട്. അത് ഈ കാണുന്ന ചൂടൊക്കെ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോ താനേ വരും നിന്റെ അടുത്തേക്ക്. നീ കേറി വാ മോളെ. നീ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറയാൻ പോയെ? നിനക്ക് എന്താ അപ്പു? എനിക്ക് എന്താന്നോ, ഇത്രയും കാലം ഞാൻ അടിച്ച ടെൻഷൻ എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതൊരാളൊന്നും പറഞ്ഞറിയിക്കാൻ എനിക്ക് അറിയില്ല. അവിടെ തോന്നിയ ദിവസത്തിന് ഓരോരുത്തർ കാണിച്ചു നോക്കുക. എന്നാ നമുക്ക് എന്നോട് പറഞ്ഞൂടെ? ഞാൻ ആരായിരുന്നു അവളുടെ? പരിസരത്ത് അവളെ കണ്ടുപോരുന്നു. എന്തു ആപ്പു, നമ്മുടെ വീട്ടിലൊരാൾ വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്നെന്നും പറഞ്ഞേ എനിക്ക് അവളെ കാണണ്ട. അപ്പു, ഞാൻ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. നീ പൊയ്ക്കാതാ നല്ലത്. അപ്പു, ഞാൻ പറയുന്നത്. ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ലമ്മേ, അല്ലമ്മേ, നീ ഇവിടെ വായിക്ക്. അപ്പു പ്ലീസ്. എന്തുവാടി പ്ലീസ്? നീ എന്താ കാണിച്ചു വെച്ചത്? ഞങ്ങൾ അടിച്ച ടെൻഷൻ എന്താന്ന് നിനക്കറിയോ? അതൊന്നും നിനക്കറിയണ്ടല്ലോ. നിനക്ക് നിന്റെ കാര്യം മാത്രം. അത്രയും നാൾ കൂടെ വന്നാൽ ഞങ്ങളോട് തന്നെ ഇത് ചെയ്യണമായിരുന്നേ. നിന്നെ എല്ലാത്തിനും കൂട്ടി വന്നിട്ട്. നിങ്ങൾ അറിഞ്ഞ എന്നെ വെറുക്കുന്നുള്ളത് കൊണ്ടാടാ ഞാൻ പറയാണ്ട് പോയത്. എനിക്ക് നിങ്ങളെ കൂടി നഷ്ടപ്പെടുത്താൻ വയ്യ. നീ കാരണം ഇല്ലാണ്ടായത് ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ലൈഫാ. അത് നിനക്കറിയോ? അപ്പോഴും ഞാൻ എങ്ങനെ നടന്നറിയണ്ടേ നീക്ക്? ഇപ്പൊ അവൾ എങ്ങനെയാണെന്ന് നിനക്കറിയോ? എല്ലാം നീ കാരണമാ. ഇവിടെ ആർക്കും അത് അറിയാൻ പാടില്ല എന്ന് നീ വിചാരിക്കരുത്. എല്ലാവർക്കും അറിയാം, അച്ഛനമ്മ അടക്കം. അവളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത്. എന്നിട്ടിപ്പൊ അവളുടെ സന്തോഷത്തിന് വേണ്ടി നീ ചെയ്തിട്ട് ഇപ്പൊ എന്തായി? അവളിപ്പോ സന്തോഷമായിട്ടല്ലടാ ജീവിക്കുന്നത്. അവൾക്കൊരു ഫാമിലി ഇല്ലേ, അവൾക്കൊരു കുട്ടിയില്ലേ. അതെ, വളരെ സന്തോഷത്തിലാണ് അവളിപ്പോ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ സന്തോഷം തല്ലിക്കെടുത്താൽ നീ അവളുടെ ലൈഫിലേക്ക് ചെല്ലരുത്.
കാണാതെ നാനിன்று നാനില്ലേ വിതയിൽ എന്ത് പറ്റിയടാ നിനക്കൊരു വിഷമം പോലെ? എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ഒന്നുമില്ല ചേച്ചിക്കുട്ടി, ഞാനൊക്കെയാ. കുറേ നാളായല്ലേ ഈ ചിലങ്കയൊക്കെ തൊട്ടിട്ട്. എന്തോ അറിയില്ല. അതൊന്നും മറന്നില്ലേ നീ ഇതുവരെ? മറക്കാനോ? ഞാനോ? ഫുഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ പോലെ അതും എടുത്ത് കൊട്ടിക്കളാനുള്ള പണി ഉണ്ടാകണം. മര്യാദ എടുത്ത് കഴിച്ചോളാം കേട്ടല്ലോ. നിന്നോട് ഇവിടെ വന്ന് കിടക്കാനാ ഞാൻ പറഞ്ഞത്. നീ ഇവിടെ വന്ന് കിടക്കണ്ട. ആ ജനല് തുറന്നിട്ട് നല്ല കാറ്റ് വീശുമ്പോൾ എ സിയുടെ ഒന്നും ആവശ്യമില്ല. അതായിരുന്നു അച്ഛന്റെ എ സി. എടാ നിക്കടാ യാശു. കാലം പോയൊരു പോക്കേ. അശ്ശോ, ഒന്ന് പതുക്കെ പറ, ഇപ്പൊ ഉറക്കിയതേ ഉള്ളു. ഓ എൻ്റെ കർത്താവേ, കരണ്ടിനെ പോകേണ്ടത് നേരം. இரவு ഇടുക്കടൽ തണ്ണി താഴ് ഗന്ധമു പുയരുക പന്നീരു ഗന്ധമു പുയരുക സുന്ദരനു സൂര്യനു ഇന്ദിരനു എൻ ചന്ദ്രനു എന്നുവരും മമ മന്ദിരത്തിൽ ഇന്ദു കലാധരനെൻ കാന്തൻ നീലാംബരി നീ വൈകാതെ ചൊല്ലു കണ്ടു കണ്ടു പ്രാണനാഥനെ കണ്ടു